പഴയ വീട്ടിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ലീക്കേജ് ഒക്കെ കാണുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കി വരുന്ന ആ ഒരു എല്ലാ നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന വീടിനും വാട്ടർ പ്രൂഫിങ് ചെയ്ത് തന്നെ ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് വെള്ളത്തിന്റെ പ്രസൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വാട്ടർ പ്രൂഫിങ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ എങ്ങനെ RCC ചെയ്ത് കഴിഞ്ഞാലും അതിൽ ചെറിയ വോയിഡ്സോ ചെറിയ സുഷിരങ്ങൾ എങ്ങനെയായാലും ഉണ്ടാവും. അത് ക്രമേണ അതിൽ വെള്ളം ഇറങ്ങി അത് സ്റ്റീലിലോട്ട് റസ്റ്റിങ്ങിലോട്ട് പോകും. അപ്പൊ അതിന് ആദ്യം തന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മളൊരു കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറിനാണെങ്കിൽ നമ്മൾ അതിനൊരു PPF കോട്ടിങ്ങോ അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ്ങോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് നമ്മളൊരു ഗ്യാരേജ് അതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയും രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു വീട് എന്തായാലും ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് നമ്മളൊരു സ്ക്രീൻ ഗാർഡും ബാക്ക് കവറൊക്കെ കൊടുത്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു സ്ട്രക്ചറും ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം നമ്മള് കോസ്റ്റ് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ 50 to 60 ലാഖിന്റെ ഒക്കെ ഒരു പ്രൊജക്ട് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുക. ഒരു വീട് എങ്ങനെയായാലും ആ രീതി അതിന്റെ ഒരു 1 to 2% ഒക്കെയാണ് വാട്ടർ പ്രൂഫിങ്ങിന് വരുന്നത്. അത്